അപ്പോൾ സ്വപ്നങ്ങളുടെ നഗരമായിട്ടുള്ള ധനാങ്ങിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹോട്ടലിലെ ചെക്കിനൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കഴിക്കാൻ കയറി. വിയറ്റ്നാമിൽ ഞാൻ നടത്തിയിട്ടുള്ളൊരു വേസ്റ്റ് അറ്റംപ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സീ ഫുഡ് സൂപ്പാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് വന്നപ്പോൾ ഇതിൻ്റെ സ്ട്രോങ് ഫ്ലേവർ കാരണം എനിക്ക് ഒട്ടുമേ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ബ്രെഡ് കൂടി തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഡിപ്പ് ചെയ്ത് വേണം നമ്മൾ കഴിക്കാനായിട്ട്. പിന്നീട് ക്രിസിന് വേണ്ടിയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാനുള്ള നടത്തമായിരുന്നു നമ്മൾ. ഫൈനലി നമ്മളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. പക്ഷേ ഓർഡർ ചെയ്ത ഫുഡ് അത്യാവശ്യം നല്ലതായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ എത്തിയപ്പോൾ കണ്ട നഗരക്കാഴ്ച ഇതാണ്. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളേറ്റ് തിളങ്ങി നിൽക്കുന്ന കുറേ അമ്പരചുംബികളും ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകുന്ന ഹാൻഡ് റിവറും നോക്കി കുറേ നേരം നമ്മളവിടെ നിന്നു. ഈ കാണുന്നതാണ് ധനാങ് നഗരത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രാഗൺ ബ്രിഡ്ജ്. ഇവിടെ നടക്കുന്ന ഫയർ ബ്രീത്തിങ് ഷോ, വാട്ടർ സ്പ്രേയിങ് ഷോ കാണാനായിട്ട് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരാറുണ്ട്. ക്രിസ്റ്റിനോട് ഞാൻ പറയായിരുന്നു, വിയറ്റ്നാമിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ആണായാലും പെണ്ണായാലും എല്ലാവരും എന്തെങ്കിലും ഒരു ജോലി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവൻ പറയാണ് വീട്ടിലിരിക്കുമ്പോൾ ഒരു മടിയന്മാരായിരിക്കും. പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഇവിടെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ടുള്ള കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ്. അവരെപ്പോഴും എന്തെങ്കിലും ഒരു ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇരുളും തോറും നഗരം പലതരത്തിലുള്ള വർണ്ണങ്ങൾ അണിയാൻ തുടങ്ങി. അപ്പോൾ ഇരുളും തോറും കൂടുതൽ സുന്ദരിയാകുന്ന ഒരു നഗരം കൂടിയാണ് ധനാങ് സിറ്റി. ഇവിടുത്തെ കാലാവസ്ഥ എടുത്തു പറയേണ്ടതാണ്. അധികം ചൂടുമല്ല, എന്നാൽ അധികം തണുപ്പുമല്ല. ഒരു കോഫിയൊക്കെ വാങ്ങി ഇങ്ങനെ ഊതി കുടിച്ചിരുന്ന് നഗരത്തെ നോക്കിയിരിക്കാൻ തോന്നുന്ന ഒരുതരം കാലാവസ്ഥ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ആക്ടിവിറ്റികളൊന്നും തന്നെ ബുക്ക് ചെയ്തിട്ടില്ല. നഗരത്തെ വെറുതെ ഇങ്ങനെ നടന്ന് കാണുക, നഗരത്തെ കൂടുതൽ അറിയുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞങ്ങൾ ഇന്നലെ ചെയ്തത്. പുതിയൊരു നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ അത് പുതിയൊരു ലോകമാണ്. അവിടുത്തെ മനുഷ്യരെ പറ്റിയും അവരുടെ ജീവിതത്തെ പറ്റിയും ആ നഗരത്തെ പറ്റിയും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതാണ് ഈ ആദ്യത്തെ ദിവസം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പ് കാപ്പിയൊക്കെ വാങ്ങി ഊതി കുടിച്ച് നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.